ലോകം കണ്ട മികച്ച രാഷ്ട്രീയ സസ്പെൻസ് ത്രില്ലർ സിനിമകളെ വെല്ലുന്നതായിരുന്നു കേരള രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും ഇതിഹാസ താരം ആർ ബാലകൃഷ്ണപിള്ളയുടെ മക്കൾ തമ്മിലുള്ള സ്വത്തിനായുള്ള പോര്. മികച്ച സിനിമാ ത്രില്ലർ പോലെ അത് അവസാനിക്കുന്നു. ഈ തർക്കം അവസാനിപ്പിക്കാൻ സിനിമാ തിരക്കഥയിൽ കാണുന്നതുപോലെ നായകന്റെ സുഹൃത്ത് അവതരിക്കുന്നു. ദൈവം നേരിട്ട് വന്നിറങ്ങി മധ്യസ്ഥത വഹിച്ചാൽ പോലും തീരാത്ത അത്രയും കലുഷിതമായ ഒസിയത്ത് തർക്കം രമ്യമായി ഗണേഷ് കുമാറിന്റെ ഉറ്റ സുഹൃത്ത് ദേവി ഫാർമ ഉടമയും ശതകോടീശ്വരനുമായ KS ബാലഗോപാൽ തീർക്കുന്നു. കിസിഞ്ചറിന്റെ റോളിൽ മധ്യസ്ഥത വഹിച്ച ബാലഗോപാലിന്റെ ഈ കഥയിലെ റോളും വല്ലാത്ത കഥയായി മാറുന്നു. മുൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ജീവിതത്തിലും വ്യക്തിജീവിതത്തിലും എല്ലാ കാലത്തും കൈപിടിച്ച് ഒപ്പം നിൽക്കുന്ന ആളാണ് ബാലഗോപാൽ. ഒടുവിൽ നല്ല അടിപൊളി സിനിമ പോലെ ജനം കണ്ട ആ അടിപ്പടത്തിൽ ശത്രുക്കളെ പോലെ പരസ്പരം പോരടിച്ച കുടുംബങ്ങൾ ഒന്നായി തീരുന്നു. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒരു വലിയ കുടുംബ അടിയന്തരാവസ്ഥയ്ക്കാണ് തിരശീലയാകുന്ന വാർത്തയാണ് മംഗളം TV പുറത്തുവിടുന്നത്. കേരള രാഷ്ട്രീയത്തെയും സിനിമാ ലോകത്തെയും വർഷങ്ങളായി പിടിച്ചുകുലുക്കിയ ആ വമ്പൻ കുടുംബ പോരിന് ഒടുവിൽ ശുഭപര്യവസാനം. അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് B നേതാവുമായ ആർ ബാലകൃഷ്ണപിള്ളയുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കളെയും ഒസിയത്തിനെയും ചൊല്ലി മക്കളായ KB ഗണേഷ് കുമാറും സഹോദരി ഉഷ മോഹൻദാസും തമ്മിൽ നിലനിന്നിരുന്ന കടുത്ത നിയമ പോരാട്ടമാണ് ഇപ്പോൾ ഒത്തുതീർപ്പിലെത്തിയിരിക്കുന്നത്. കൊട്ടാരക്കര കോടതിയെയും രാഷ്ട്രീയ അണിയറകളെയും മാസങ്ങളോളം ചൂടുപിടിപ്പിച്ച കേസ് ഒത്തുതീർപ്പായെന്ന നാടകീയ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു. ഗണേഷ് കുമാറിന് രാഷ്ട്രീയമായും വ്യക്തിപരമായും വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ പുതിയ നീക്കം. മറ്റൊരു സഹോദരിയായ ബിന്ദു ബാലകൃഷ്ണനും ഈ ഒത്തുതീർപ്പ് ഫോർമുലയോട് പൂർണ്ണമായി സഹകരിച്ചു. ആർക്കും വഴങ്ങാതെ നിന്ന ഈ കടുത്ത കുടുംബ തർക്കത്തിന് പരിഹാരമുണ്ടാക്കിയത് ഗണേഷ് കുമാറിന്റെ ആത്മസുഹൃത്തും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗവുമായ ദേവി ഫാർമ KS ബാലഗോപാലാണ്. ഇരുവിഭാഗത്തിനും ഒരുപോലെ സ്വീകാര്യനായ ബാലഗോപാൽ നടത്തിയ അണിയറ നീക്കങ്ങളാണ് കോടികളുടെ ആസ്തിയുള്ള സ്വത്ത് തർക്കം പരിഹാരത്തിലേക്ക് എത്തിച്ചത്. അതികഠിനമായ അധ്വാനം ദൈവാധീനത്തോടെ സ്വന്തമായി നിർവഹിക്കുകയായിരുന്നു എന്നാണ് ഒത്തുതീർപ്പിനെക്കുറിച്ച് ബാലഗോപാൽ മംഗളം TVയോട് പ്രതികരിച്ചത്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ അഭിഭാഷകനും ഈ വിട്ടുവീഴ്ച ചർച്ചകളിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബാലകൃഷ്ണപിള്ളയുടെ മരണശേഷമാണ് കൊട്ടാരക്കരയിലെയും തിരുവനന്തപുരത്തെയും കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ, വിൽപത്രങ്ങൾ, സ്കൂൾ ട്രസ്റ്റുകൾ എന്നിവയെ ചൊല്ലി ഗണേഷ് കുമാറും സഹോദരി ഉഷ മോഹൻദാസും തമ്മിൽ പരസ്യമായ പോരാരംഭിക്കുന്നത്. പിള്ള എഴുതിവെച്ച ഒസിയത്തിൽ തനിക്ക് അർഹമായ വിഹിതം ലഭിച്ചിട്ടില്ലെന്നും വാളകം സ്കൂൾ ഉൾപ്പെടെയുള്ള കോടികളുടെ സ്വത്തുക്കൾ ഗണേഷ് കുമാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്നുമായിരുന്നു ഉഷ മോഹൻദാസിന്റെ പ്രധാന ആരോപണം. സ്വത്ത് വിഭജനത്തിലെ അതൃപ്തി പരസ്യമാക്കി ഉഷ കൊട്ടാരക്കര കോടതിയെ സമീപിച്ചതോടെയാണ് പോരുമുറുകിയത്. ഈ തർക്കം കാരണം വ്യക്തിപരമായും രാഷ്ട്രീയമായും വലിയ കഷ്ടനഷ്ടങ്ങളും അപമാനങ്ങളുമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഗണേഷ് കുമാറിന് സഹിക്കേണ്ടി വന്നത്. ഒസിയത്തിലെ ഒപ്പ് വ്യാജമാണെന്ന തരത്തിൽ വരെ അക്കാലത്ത് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ പിന്നീട് നടത്തിയ ശാസ്ത്രീയ പരിശോധനകളിൽ ഒസിയത്തിലെ ബാലകൃഷ്ണപിള്ളയുടെ ഒപ്പ് വ്യാജമല്ലെന്ന് തെളിയുകയും ഗണേഷ് കുമാറിന് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇപ്പോൾ കോടതിക്ക് പുറത്തുള്ള നാടകീയ ഒത്തുതീർപ്പ്. ഈ കുടുംബതർക്കം വെറുമൊരു വീട്ടുപ്രശ്നമായി ഒതുങ്ങിയിരുന്നില്ല. ഗണേഷ് കുമാറിന്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് Bയുടെ ആഭ്യന്തര ജനാധിപത്യത്തെ പോലും ഇത് ബാധിച്ചിരുന്നു. ഉഷ മോഹൻദാസിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പാർട്ടിക്കുള്ളിൽ ഗണേഷ് കുമാറിനെതിരെ പരസ്യമായി പടയൊരുക്കം നടത്തുകയും ഭാരവാഹിത്വത്തിനായി അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കേസ് നീണ്ടുപോയാൽ എല്ലാവർക്കും ദുഃഖം മാത്രമാകും കിട്ടുക എന്ന തിരിച്ചറിവും പുതിയ നീക്കത്തിന് പ്രേരകമായി. 2 മാസമായി അതീവ രഹസ്യമായാണ് തിരുവനന്തപുരത്തും കൊട്ടാരക്കരയിലുമായി ചർച്ചകൾ പുരോഗമിച്ചത്. പലതവണ ഇരുവിഭാഗത്തെയും നേരിൽ കണ്ടും ഫോൺ വഴിയും ബാലഗോപാൽ സംസാരിച്ചു. ഒടുവിൽ ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതോടെ കേസ് ഒത്തുതീർപ്പാവുകയാണെന്ന സംയുക്ത റിപ്പോർട്ട് തിരുവനന്തപുരത്തെ പ്രമുഖ അഭിഭാഷകൻ വഴി കൊട്ടാരക്കര കോടതിയിൽ സമർപ്പിക്കുകയായിരുന്നു. കോടതിയുടെ അടുത്ത സിറ്റിംഗിൽ കേസിന്റെ ഭാവി അറിയാം.